ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സീരീസിന് വേണ്ടിയാണ്. ജനുവരി 11-നാണ് ആദ്യ T20. 3 T20ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കുന്നത്. ഇതിനുള്ള അഫ്ഗാനിസ്ഥാൻ ടീമിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും തിരിച്ചെത്തുമെന്ന അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ സീരീസിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മയും കോഹ്ലിയും ഒരുപാട് കാലമായി T20 കളിച്ചിട്ട് 2022-ലെ T20 വേൾഡ് കപ്പിന് ശേഷം ഒരു T20 പോലും രണ്ടുപേരും കളിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ രണ്ടുപേരെയും തിരിച്ചു വിളിച്ചിരിക്കുകയാണ് BCCI. രോഹിത് ശർമ്മയായിരിക്കും അഫ്ഗാൻ സീരീസിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ കോഹ്ലിയെയും തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. BCCI ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇതുപോലത്തെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിത് ശർമ്മയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ സഞ്ജു സാംസണും ടീമിലേക്ക് തിരിച്ചെത്തും. സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. അഫ്ഗാനിസ്ഥാൻ മികച്ചൊരു ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റാഷിദ് ഖാൻ തിരിച്ച് ടീമിലെത്തി. അതുപോലെ തന്നെ റഹ്മാനുള്ള ഗുർബാസും ടീമിലുണ്ട്. ഇന്ത്യൻ ടീമിനെ നാളെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമുക്കിനി ഇന്ത്യയുടെ സാധ്യത സ്ക്വാഡിനെ നോക്കിയാൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, തിലക് വർമ്മ, ജഡേജ, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, മുകേഷ് കുമാർ, ആവേശ് ഖാൻ, ദീപക് ചഹർ. ഇതായിരിക്കും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ടീം. കീപ്പർമാരായിട്ട് 2 താരങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും, അല്ലെങ്കിൽ സഞ്ജുവും ഇഷാൻ കിഷനും. ഇവരായിരിക്കും അഫ്ഗാനിസ്ഥാൻ സീരീസിൽ ഉണ്ടാകുക എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രോഹിത് ശർമ്മയും കോഹ്ലിയും തിരിച്ചെത്തി. അതുകൊണ്ട് തന്നെ ആവേശകരമായ മത്സരം നമുക്ക് കാണാൻ സാധിക്കും. വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലും രോഹിത് ശർമ്മയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്നാണ് റിപ്പോർട്ട്. പാണ്ഡ്യയ്ക്കും സൂര്യയ്ക്കും പരിക്കാണ്. അതുകൊണ്ട് രണ്ടുപേരും അഫ്ഗാനിസ്ഥാൻ സീരീസിൽ ഉണ്ടായിരിക്കില്ല. സിറാജ്, ബുംറ ഇവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സഞ്ജുവിന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരവസരം കിട്ടാൻ പോവുകയാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും തിരിച്ചെത്തി. ആരാധകർ ആവേശത്തിലാണ്. ജനുവരി 11-ന് രാത്രി 7 മണിക്കാണ് ആദ്യ T20. നാളെ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്ക്വാഡിനെ പ്രഖ്യാപിക്കും. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തന്നെ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.